ബേത്ലഹേമിലെ ഉമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശു പിറന്നുവല്ലോ. ഇനി അർച്ചനെ നീ അങ്ങ് മറന്നേക്ക്. അവളെ നിനക്ക് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല. നിന്റെ എല്ലാ അന്വേഷണങ്ങളും ഈ ലോക്കപ്പിനുള്ളിൽ അവസാനിച്ചു. ഇവിടെ നിന്ന് നേരെ നീ ജയിലിലേക്ക്. ഒരു ജീവപര്യന്തം. അത് ഞാൻ നിനക്കെന്തായാലും വാങ്ങിച്ചു തരും. സാറിനെ ഇനിയും വേണമെങ്കിൽ തല്ലിക്കോ. സാറിന്റെ കൂടെയുള്ള പോലീസുകാരുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ഇതിനകത്ത് കിടന്ന് ചാവേണ്ടി വന്നാലും സാറിന് എന്നെ കൊണ്ട് ഈ കൊലപാതകം ചെയ്തത് ഞാനാണെന്ന് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല സാറേ. മുക്കോളം വെള്ളത്തിൽ മുങ്ങിയ പിന്നെ ഉള്ളിലില്ലല്ലോ സാറേ. അതുകൊണ്ട് എന്റെ ശരീരം വേദനിക്കത്തില്ല. എന്താന്നറിയോ, അതിനേക്കാളും വലിയ വേദന സാറേ എനിക്കെന്റെ അർച്ചന. ചത്ത് മലച്ച് കിടന്നിട്ടുണ്ട്. ചാക്ക് കണക്കിന് പഞ്ചസാരയെ പൊതിഞ്ഞ് പെട്രോളിൽ കുളിച്ച് എരിഞ്ഞ് നീറിപ്പോയിട്ടുണ്ട്. പിന്നെയാണോ നിന്നെപ്പോലുള്ള ഒരു തൈ? നീ എനിക്കൊരു എരയല്ലടാ. ഇന്നത്തെ ഇര ചിലപ്പോ നാളത്തെ വേട്ടക്കാരനാ സാറേ. ഇന്നത്തെ വേട്ടക്കാരൻ ചിലപ്പോ നാളെ ഇരയും ആവാം. അത് കാലം സാറിന് മനസ്സിലാക്കി തരും. ഭീഷണി, അതും എന്നോട്. നീ എന്നെ അങ്ങ് ചേരയ്ക്കൊന്നല്ലടാ. ഭീഷണിയൊന്നുമല്ല സാറേ. ഞാൻ സാറിന് തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നല്ല ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള പോലീസുകാരെ അടിച്ചു ജയിക്കാനും മാത്രം ഞാനൊരു അമാനുഷ്യനായ നായകനൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യന്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെയൊക്കെ തല്ലുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുന്നത്. പ്രകൃതിക്കൊരു നിയമമുണ്ട് സാറേ. അതെനിക്കും സാറിനും ഒക്കെ ഒരുപോലെയാ. അത് ഞാൻ സാറിനെന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെന്റെ അർച്ചന, എനിക്ക് ഉറപ്പുണ്ട് സാറേ, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് അവളെ തന്നെയാ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിപ്പോ ഇത്രയ്ക്ക് അടുത്തെത്തിയില്ലേ, ഇനി അധികം ദൂരമില്ല. ആ സന്തോഷം ഓർത്താ മതി സാറേ. ഈ ലോക്കപ്പിലെ വേദനയൊക്കെ എനിക്ക് പുല്ലുപോലെയാ. സാറിന് ഇനി എന്നെ അടിക്കണം. അടിക്ക് സാറേ, എത്ര വേണമെങ്കിലും അടിക്ക്, ഞാൻ കൊണ്ടോളാം. പക്ഷെ എന്റെ അർച്ചനയെ മറക്കാൻ എനിക്ക് ജന്മത്ത് പറ്റില്ല സാറേ. അപ്പോ നിനക്കിനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം. അതിന് നീ തയ്യാറായിക്കോ. തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം സർക്കാരിനുള്ള തിരിച്ചടിയല്ലെന്ന് മുഖ്യമന്ത്രി. തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം നഗരത്തിന് ഇനി പുതിയ മേയർ. പാറമടയിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 8 വർഷത്തോളമായി അനിരുദ്ധൻ എന്ന മധ്യവയസ്കനെ കാണാതായിട്ട്. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പാറമടയിൽ നടത്തിയ എക്സ്കവേഷന് ഇടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. 37 വയസ്സുള്ള ടാക്സി ഡ്രൈവറായ സച്ചിദാനന്ദൻ എന്നയാളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട അനിരുദ്ധന് പ്രതിയോട് മുൻ വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തി വലിയ പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വാർത്തകൾ തുടരും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സാർ ഈ കേരളം മുഴുവൻ വലവരിച്ചിട്ടും കിട്ടാത്ത പ്രതിയല്ലേ അവൻ. പക്ഷേ ഇവൻ എന്റെ വലയെ കുരുങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ സാറിന്റെ കേസന്വേഷണത്തില് എന്റെ ചെറിയൊരു ഹെൽപ്പ്?
അതെ അതെ, പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അതെ, അയാൾ തന്നെയാണ് കൊലപാതകം ചെയ്തെന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രതിയുടെ പേരോ സച്ചിദാനന്ദൻ. ഡോ, താൻ കുറച്ച് കഴിഞ്ഞ് വിളിക്ക്, നമുക്കപ്പം സംസാരിക്കാം. ഇല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് താൻ ഇങ്ങോട്ട് വാ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നോട് കാര്യങ്ങൾ പറയാം. ഓ ശരി. ഓ, പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കോളാണല്ലോ. ഇതെടുക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. സാർ, ഫയല്. ഹലോ മാഡം,